2022 വരെ കരമടച്ചുകൊണ്ടിരുന്ന സ്വന്തം വസ്തുവിനുമേൽ ഉടമയ്ക്ക് യാതൊരു അവകാശവുമില്ല എന്നുള്ള ആ വിധി ന്യായത്തിൻ്റെയോ നീതിയുടെയോ ധർമ്മത്തിൻ്റെയോ വിധിയല്ല. അത് വല്ലാത്തൊരു ദുർവിധിയാണ്. ഈ മുനമ്പത്തെ ഭൂമി പ്രശ്നം കേരളത്തിന്റെ പ്രശ്നമായി ഇതുവരെ മാറിയിട്ടില്ല. ഇനി ഒരുപക്ഷെ അത് അങ്ങനെ മാറാനും ഇടയില്ല എന്നുള്ളതാണ് പോങ്ങന്റെ വിചാരം. കാരണം വളരെ സവിശേഷമായിട്ടുള്ള ഒരുതരം സാമൂഹ്യ ബോധവും സഹജീവി സ്നേഹവുമാണ് നമുക്കൊക്കെ ഉള്ളത്. ഇന്നെ അങ്ങനെ മോശക്കാരനായി കാണില്ല. ഞാൻ ചോട്ടാ മോട്ട എന്തായാലും നക്കാപ്പിച്ചക്കാരനല്ല. എന്തായാലും ഇപ്പൊ തൽക്കാലം 2 തലമുറക്കൊക്കെ ഉള്ള നമ്മളെ അപ്പൻ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. നോ പ്രോബ്ലം. മനാപ്പൻ എന്ന ലോറി ഉടമയുടെ മഹത്തായിട്ടുള്ള തൊഴിലാളി പ്രേമത്തെയും അതുപോലെ തന്നെ അയാളുടെ മതേതര ദാഹത്തെയും മാസങ്ങളോളം കണ്ടറിഞ്ഞു വാഴ്ത്തിയവരാണ് നമ്മൾ മലയാളികൾ. മനാപ്പൻ ലോറി ഉടമ മാത്രമല്ല, ലോക ഉടായിപ്പാണെന്ന് പറഞ്ഞ ഈ പോങ്ങനെ കേരളം വിഴുങ്ങാൻ വന്നു, തിന്നാൻ വന്നു. മനാപ്പനെ ഒന്നും പറയരുത് മകനെ എന്നും പറഞ്ഞുകൊണ്ടാണ് പെറ്റമ്മ പോലും ഈ പോങ്ങനെ എതിർത്തത്. അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ നീ മനാപ്പനെ ഒന്നും പറയരുത്. കാരണം അമ്മയ്ക്ക് വലിയ ആരാധനയും ആദരവുമൊക്കെയാണ് ആ മനുഷ്യനോടുള്ളതെന്ന് എനിക്ക് തോന്നിപ്പോയി. അത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത്. മനാപ്പനെ പറയാൻ പറ്റാത്തതിലുള്ള ഒരു വൈഷമ്യം പോലും അമ്മ വെച്ച് പുലർത്തുന്നുണ്ടോ എന്നൊരു സംശയം എന്നിലുണ്ടാക്കുന്ന വിധത്തിലാണ് അമ്മയുടെ ഉപദേശം. എന്തായാലും മനാപ്പനെ ആഘോഷിക്കാൻ മാത്രമല്ല, അർജുന്റെ വീട്ടുകാരെ അനുകൂലമായി ലഭിച്ച ആദ്യ അവസരത്തിൽ തന്നെ അപാരമായ നിലയിൽ അധിക്ഷേപിക്കാനുള്ള സന്മനസ് കാണിച്ചവരുമാണ് കൊടും മാനവികരായിട്ടുള്ള, അതെടുത്തു പറയണം, കൊടും മാനവികരായിട്ടുള്ള നമ്മൾ മലയാളികൾ അല്ലേ. കമ്മിസുടുക്കൾ കുത്തിക്കൊന്നിട്ടുള്ള അഭിമന്യുവിനെ മാത്രമല്ല, അവന്റെ പേരിൽ കോടികൾ പിരിച്ച ബക്കറ്റിനെ വരെ നമ്മൾ മറന്നു കളഞ്ഞ കാര്യം തീർച്ചയായിട്ടും ഈ പോങ്ങൻ ഓർക്കുന്നുണ്ട്. എന്തായാലും അർജുനെ നമ്മൾ മറന്നു തുടങ്ങി. സുഡാപ്പികളും സുഡുദാസരായ കമ്മികളും കൂടി തല്ലിക്കൊന്ന സിദ്ധാർത്ഥനെയും നമ്മൾ ഓർക്കുന്നില്ല. അതുപോലെ മലം നിറഞ്ഞ ഓടവെള്ളം കുടിച്ചു മരിച്ച ജോയിയും ഇന്ന് നമ്മുടെ മനസ്സിലില്ല. വയനാട് സംഭവിച്ച മനുഷ്യനിർമ്മിത പ്രകൃതിക്ഷോഭത്തെ, അങ്ങനെ തന്നെ വേണം പറയാൻ, മനുഷ്യനിർമ്മിത പ്രകൃതിക്ഷോഭത്തെ നമ്മൾ ഓർക്കുന്നേയില്ല. സ്വന്തം ദുരിതങ്ങൾക്ക് ആശ്വാസം പകരാനായി എത്ര കോടി രൂപ കമ്മികൾ ഇതിനോടകം കട്ടുവെന്ന് പോലും നമ്മൾ ഓർക്കാൻ നോക്കുന്നില്ല. ആ പ്രകൃതി ദുരന്തത്തിന്റെ പേരിൽ എത്ര കോടി കട്ടു എന്നുള്ള കാര്യം പോലും നമ്മളാരും ഓർക്കുന്നില്ല, അല്ലെങ്കിൽ ഓർക്കാൻ ശ്രമിക്കുന്നില്ല. നവീൻ ബാബുവിനെ മറക്കാനുള്ള പരിശീലനം ഇതിനോടകം നമ്മൾ ആരംഭിച്ചും കഴിഞ്ഞു, അതും പറയണം. മറക്കും മുന്നേ നവീൻ ബാബുവിനെ വെറുക്കുന്നതിന് വേണ്ടതായിട്ടുള്ള ഗുളികകൾ കൊലക്ടറും മറ്റ് കൊലാസംഘവും കൂടി മലയാളികളുടെ അണ്ണാക്കിലേക്ക് തള്ളിത്തന്നും തുടങ്ങി. കാരണം വെറുപ്പോടുകൂടി വേണം നവീൻ ബാബുവിനെ നമ്മൾ മറക്കാനെന്ന ആഗ്രഹം ആ കൊലാസംഘത്തിന് നല്ലോണമുണ്ട്. ഈ പിശാചികൾക്കിടയിൽ ഒരു പുണ്യാളൻ ഉണ്ടാവുന്നത് പൈശാചിക സമൂഹത്തിന് മാനക്കേടാണെന്ന് കൊലക്ടറും മറ്റ് കമ്മിക്കൂട്ടങ്ങളും വിശ്വസിക്കുന്നതിനാലാണ് ഈ ഗുളിക വിതരണം. അതെന്തോ ആവട്ടെ, എന്തായാലും തൻകാര്യം നോക്കികൾ എന്ന നിലയിൽ കേരളത്തിന്റെ പ്രശ്നമായി മലയാളികൾ ഒരിക്കലും മുനമ്പത്തെ കാണില്ല എന്നാണ് പോങ്ങന് പറയാനുള്ളത്. കേരളത്തിൽ മലയാളികൾ ഇല്ല എന്നത് തന്നെയാണ് അതിന് കാരണം. കേരളത്തിൽ മലയാളികളില്ല എന്നതാണ് അതിന്റെ കാരണം. ഇവിടെയുള്ളത് മലയാളം പറയുന്ന വ്യത്യസ്ത മനുഷ്യ സമൂഹങ്ങൾ മാത്രമാണ്. പല മതത്തിലായി വ്യത്യസ്ത ജാതിയിൽപ്പെട്ട സമുദായാംഗങ്ങൾ, പല പാർട്ടികളിലായി വ്യത്യസ്ത ഗ്രൂപ്പിൽപ്പെട്ട അടിമബുദ്ധരായിട്ടുള്ള അണികൾ, പല നേതാക്കളുടെയും കീഴിലായി വ്യത്യസ്ത സംഘങ്ങളായ ആസനം താങ്ങികൾ, പല സെലിബ്രിറ്റികളുടേതായി വ്യത്യസ്ത കൂട്ടത്തിൽപ്പെട്ട ആരാധക സേനകൾ, അങ്ങനെ തീർത്തും വ്യത്യസ്തമായ ഒരുപാട് നുറുങ്ങ് കൂട്ടങ്ങൾ മാത്രമാണ് മലയാളികൾ. പോരാത്തതിന് ഇന്ത്യൻ പൗരത്വവുമായി മലയാളം പറഞ്ഞു കഴിയുന്ന ഫലസ്തീനികളും സൗദികളും ഇറാനികളും ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും അഫ്ഗാനിസ്ഥാനികളും ചൈനക്കാരും റഷ്യക്കാരും അതുപോലെ തന്നെ ശ്രീലങ്കക്കാരും ഒക്കെ ഈ നാട്ടിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഭാരതീയരെ മാത്രമേ കേരളത്തിൽ കാണാൻ കുറച്ച് പ്രയാസമുള്ളൂ. ഭാരതീയരെ അങ്ങനെ അങ്ങോട്ട് കാണാൻ കിട്ടുന്നില്ല കേരളത്തിൽ. ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളെയും പ്രതിനിധീകരിക്കുന്ന മലയാളികൾ കേരളത്തിൽ ഉണ്ടെന്നതാണ് സത്യം. ഒരു താലിബാനിക്ക് അഫ്ഗാനിൽ ലഭിക്കുന്നതിലും മതിപ്പ് മൂല്യം മലയാളക്കരയിൽ കിട്ടും. അറബികളെ അറബി വ്യാകരണം പഠിപ്പിക്കാൻ ത്രാണിയുള്ള മലയാളികൾ ഇന്ന് നവകേരളത്തിലുണ്ട്. സൗദി അറേബ്യയിൽ ഉള്ളതിനേക്കാൾ മതപ്പറ്റുള്ള മനുഷ്യർ ഈ ഹരിത കേരളത്തിലാണുള്ളത്. ലോകമേ പുച്ഛം എന്ന ഭാവവുമായി നടക്കുന്ന യുക്തിവാദികൾക്കും ഇന്നാട്ടിൽ തീർച്ചയായിട്ടും ഒട്ടും ക്ഷാമമില്ല. ചുരുക്കി പറഞ്ഞാൽ ആഗോളാടിസ്ഥാനത്തിലുള്ള അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ ദൈനംദിനം ഇടപെട്ടുകൊണ്ട് വേണ്ട വിധം തീർപ്പ് കൽപ്പിക്കേണ്ട ഒരു വിശ്വമാനവ സമൂഹമാണ് ഈ കേരളീയർ. അതുകൊണ്ട് തന്നെ വെറും 600 ചില്ലുവാനം കുടുംബങ്ങളെ മാത്രം പെരുവഴിയിലാക്കുകയും മുനമ്പത്ത് മാത്രം ബാധകമാവുകയും ചെയ്യുന്ന ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ കേരളീയരുടെ തിരക്കുകൾ അവരെ അനുവദിക്കുന്നില്ല. അതാണ് പ്രശ്നം. മാത്രവുമല്ല,
മനാപ്പന്റെ ഒരു ലോറി അത് വളരെ ലാഭകരമായി വിറ്റുകൊടുക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വവും ഇപ്പോൾ നമ്മുടെ ഈ കേരളീയ സമൂഹത്തിന്റെ ചുമലിലാണുള്ളത്. ഇപ്പൊ തൽക്കാലം 2 തലമുറക്കൊക്കെ ഉള്ള നമ്മളെ അപ്പൻ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. നോ പ്രോബ്ലം. എന്റെ അടുത്ത് ലക്ഷങ്ങളൊന്നും ഇല്ല കേട്ടോ. സോഷ്യൽ മീഡിയയിൽ പോയിക്കൊണ്ടിരിക്കണ ആ വീടൊന്നും ഇന്റേതല്ല കേട്ടോ. എന്റെ സാമ്പത്തിക സ്ഥിതി എന്തുണ്ട് എന്നുള്ളത് ആദ്യം ഒന്ന് അന്വേഷിച്ചാൽ ഒരു യൂട്യൂബ് വരുമാനം കൊണ്ട് ജീവിക്കേണ്ട ആളൊന്നല്ല ഞാനൊരു അത്യാവശ്യം മോശമില്ലാത്ത മുതലാളി തന്നെ. ഒരു ലോറി വിൽക്കാൻ വെച്ചിക്കണ്. 2012 മോഡല് 12 വീല് വണ്ടി 9 ലക്ഷം റുപ്യ തന്നാ കൊടുക്കും. അത്യാവശ്യമാണ് പണം ആവശ്യമുണ്ട്. 9 ലക്ഷം റുപ്യ തന്നാൽ ഫുൾ കണ്ടീഷൻ വണ്ടി. നോ ബാർഗെയിനിങ് ആണ് വണ്ടിക്ക്. കൊടും മതേതരനും ഘോര മാനവികനുമായിട്ടുള്ള മനാപ്പൻ എന്ന ലോറി ഉടമയുടെ സാമ്പത്തിക പ്രശ്നത്തോളം വലുതല്ല പ്രബുദ്ധ കേരളീയരെ സംബന്ധിച്ച് ഈ മുനമ്പത്തെ ആളുകളുടെ വസ്തുപ്രശ്നം. അതുകൊണ്ട് മലയാളികൾ ഒറ്റക്കെട്ടായി മുനമ്പത്തെ കേരളത്തിന്റെ പൊതുപ്രശ്നമായി കണ്ട് പെരുമാറുമെന്ന് കരുതുന്നത് ഒട്ടും തന്നെ ബുദ്ധിയല്ല. പിന്നെ ഇതൊരു പൊതുപ്രശ്നമായി ഉയർത്തിക്കൊണ്ടു വരേണ്ടത് മാധ്യമങ്ങളാണ്, അല്ലേ? പക്ഷെ കേരളത്തിലെ മിക്ക മാധ്യമധർമ്മക്കാരന്മാരും സുടുക്കളുടെ എച്ചിൽ തിന്ന് കഴിയുന്ന ശ്വാനക്കൂട്ടമാണ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അവരിൽ നിന്ന് ന്യായബുദ്ധിയോടെയുള്ള അല്ലെങ്കിൽ നീതിബോധത്തോടെയുള്ള ഒരു സഹായവും പ്രതീക്ഷിക്കേണ്ടതില്ല. BJP നേതാവിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ചാനൽ കേരളത്തിലുണ്ട്. വലിയ പാരമ്പര്യമുള്ള ഒരു ചാനൽ, പ്രമുഖ ചാനൽ. എന്നാൽ അതിലെ ജീവനക്കാരുടെ പട്ടികയൊന്ന് പരിശോധിച്ച് നോക്കണം. സുടുക്കളെയും സുഡിദാസരായിട്ടുള്ള കമ്മികളെയുമാണ് ആ പട്ടികയിൽ കൂടുതലായും കാണാൻ കിട്ടുക. ദേശീയ ബുദ്ധിയുള്ള ഒരുത്തനും തന്റെ ശമ്പളം പറ്റരുതെന്ന വാശി ആ BJP നേതാവിനുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഫലത്തിൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അറിഞ്ഞോ അറിയാതെയോ. ജനാധിപത്യത്തെ താങ്ങി നിർത്തേണ്ട 4 തൂണുകളിൽ 4ാം തൂണായിട്ടുള്ള മാധ്യമങ്ങൾ സത്യത്തിൽ ജനാധിപത്യത്തിനിട്ട് നല്ല താങ്ങിക്കൊണ്ട് സുഡാധിപത്യത്തെ ഉയർത്തി നിർത്തുന്ന 1ാം തൂണായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. 1ാം തൂണായിട്ട് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവുടമയാകുന്ന ചാനൽ പോലും സുടുക്കളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു നാട്ടിൽ ഈ വഖഫ് ബോർഡിന്റെ അന്യായത്തിനെതിരെ മാധ്യമങ്ങൾ ശബ്ദിക്കുമെന്ന് കരുതിയാൽ അതൊരു വിഡ്ഢിത്തമാണ്. സത്യത്തിൽ കേരളത്തിന്റെ പൊതുസങ്കടമായി മുനമ്പം നിവാസികളുടെ പ്രശ്നത്തെ കണ്ട് ധർമ്മബുദ്ധിയോടെയും നീതിബോധത്തോടെയും അതിന് പരിഹാരം തേടി മുന്നിട്ടിറങ്ങേണ്ടത് ഇവിടുള്ള രാഷ്ട്രീയ പാർട്ടികളാണ്, അല്ലേ? പക്ഷെ അവരും ആത്മാർത്ഥമായി അനങ്ങുന്നതായിട്ട് പോകുമെന്ന് തോന്നുന്നില്ല. ഭരണകക്ഷിയും പ്രതിപക്ഷവും വഖഫ് ബോർഡ് വളർത്തുന്ന കാവൽ നായകളുടെ മട്ടിൽ പെരുമാറുകയാണ്. അതാണ് സത്യം. ഈ കേരള രാജ്യത്തിലെ BJPക്കാരും വേണ്ട ശുഷ്കാന്തി ഇക്കാര്യത്തിൽ കാണിക്കുന്നതായിട്ട് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് മുനമ്പം ഈ നിലയിൽ അവഗണിക്കപ്പെടുന്നതെന്ന് വളരെ ഗൗരവത്തോടുകൂടി സമൂഹം ചിന്തിക്കുകയും അതുപോലെ തന്നെ ചർച്ച ചെയ്യുകയും ചെയ്യണം. ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം, ഉറക്കെ ആലോചിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ മുനമ്പത്തെ കുടുംബങ്ങൾ നേരിടുന്ന ദുരവസ്ഥയെ സാമൂഹ്യ പ്രശ്നമായിട്ടാണോ, രാഷ്ട്രീയ പ്രശ്നമായിട്ടാണോ, സാമുദായിക പ്രശ്നമായിട്ടാണോ കാണേണ്ടതെന്ന കാര്യത്തിൽ പോലും കേരളീയ സമൂഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇതുവരെയും ആയിട്ടില്ല എന്നതാണ് രസം. യഥാർത്ഥത്തിൽ ഇത് സാമൂഹ്യ പ്രശ്നമോ രാഷ്ട്രീയ പ്രശ്നമോ അല്ലെങ്കിൽ സാമുദായിക പ്രശ്നമോ ഒന്നുമല്ല, മറിച്ച് ഇതൊരു ധാർമ്മിക പ്രശ്നമാണ്, അല്ലെങ്കിൽ മാനവിക പ്രശ്നമാണ്. ധർമ്മത്തിനും ന്യായത്തിനും നീതിക്കും മാനവികതയ്ക്കുമൊക്കെ എതിരായിട്ടുള്ള വെല്ലുവിളിയാണ് വഖഫ് ബോർഡിന്റെ ഭാഗത്തു നിന്നും സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നതൊക്കെ. ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുമെന്ന് കരുതുകയും വേണ്ട, ആശ്വസിക്കുകയും വേണ്ട. വഖഫ് ബോർഡ് അവകാശം ഉയർത്തിയതിനാൽ കാശ് കൊടുത്തു വാങ്ങിയ വസ്തുവിനുമേൽ കരമടയ്ക്കാൻ പോലുമുള്ള അവകാശം തൽക്കാലത്തേക്കെങ്കിലും, അങ്ങനെ വേണമല്ലോ പറയാൻ, തൽക്കാലത്തേക്കെങ്കിലും നമ്മുടെ ഈ ഭൂ ഉടമകൾക്ക് ഇല്ല എന്നാണ് നീതിന്യായ സംവിധാനം വിധിച്ചു വച്ചിരിക്കുന്നത്. 2022 വരെ കരമടച്ചുകൊണ്ടിരുന്ന സ്വന്തം വസ്തുവിനുമേൽ ഉടമയ്ക്ക് യാതൊരു അവകാശവും ഇല്ല എന്നുള്ള ആ വിധി ന്യായത്തിന്റെയോ നീതിയുടെയോ ധർമ്മത്തിന്റെയോ വിധിയല്ല. അത് വല്ലാത്തൊരു ദുർവിധിയാണ്, അപാരമായിട്ടുള്ള ദുർവിധി. നീതിദേവതയെ അന്ധയാക്കുന്ന വിധം അവളുടെ കണ്ണുകൾക്ക് മുകളിൽ കെട്ടപ്പെട്ട തുണി ചീന്തിയെറിയേണ്ട കാലമായി എന്ന് സമൂഹം തീർച്ചയായിട്ടും തിരിച്ചറിയണം. സാമൂഹ്യ ജനാധിപത്യ ഭരണ നീതി വിതരണ സംവിധാനങ്ങളിലെല്ലാം കാലികമായിട്ടുള്ള നിലയിൽ ഉടച്ചുവാർക്കലുകൾ ഉണ്ടാവണം. അഹങ്കാരികളും സ്വാർത്ഥരുമല്ല, മനുഷ്യപ്പറ്റും സാമൂഹ്യ ബോധവും പൗരബുദ്ധിയുമൊക്കെയുള്ള ആളുകളാവണം സാമൂഹ്യ സേവകരാവേണ്ടത്. ജനങ്ങളെ നയിക്കുന്ന നേതാക്കളുടെയൊക്കെ കാലം കഴിഞ്ഞുപോയെന്നേ. ഇനി ജനങ്ങളാൽ നയിക്കപ്പെടുന്ന നിസ്വാർത്ഥ സാമൂഹ്യ സേവകരെയാണ് നാടിന് ആവശ്യമുള്ളത്. ഈ സമൂഹത്തെ ഒരിടത്തേക്കും ഒരു നേതാവും നയിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല. ഇനി ജനസേവകരെയാണ്, സാമൂഹ്യ സേവകരെയാണ് ആവശ്യം, നേതാക്കന്മാരെയല്ല.
ഇത് ഡിജിറ്റൽ യുഗമാണ്. മതഭ്രാന്തിനെ ചങ്ങലക്കെട്ട് മാനവികതയ്ക്ക് സുരക്ഷിതമായി കഴിയാനുള്ള സാഹചര്യം, സാമൂഹ്യ സാഹചര്യം തീർച്ചയായിട്ടും ഇവിടെ സൃഷ്ടിക്കപ്പെടണം. അല്ലാതെ ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക് മാറ്റിയതുകൊണ്ട് എന്തു പ്രയോജനമാണുള്ളത്? മന്തിന് കാലുമാറ്റം നൽകലല്ല, കാലിൽ നിന്ന് മന്തിനെ മാറ്റലാണ് വേണ്ടത്. അതിനാദ്യം പൊതുസമൂഹത്തിന്റെ മണ്ടയിലെ മന്ത് മാറണം. നമ്മളൊക്കെ ഈ മന്ദപ്പന്മാരാകുന്ന പരിപാടി അങ്ങോട്ട് മാറ്റിവെക്കണം. കബളിപ്പിക്കപ്പെടാതിരിക്കാനുള്ള അടിസ്ഥാന ബുദ്ധിയെങ്കിലും തലയിൽ സൂക്ഷിക്കാനുള്ള ബാധ്യത ഓരോ പൗരനുമുണ്ട്, നമ്മൾ ഓരോരുത്തർക്കുമുണ്ട്. കണ്ടവനെയൊക്കെ ആരാധിച്ച് വളർത്താൻ നിൽക്കാതെ സ്വയം വളരാനും, സ്വയം വളരാൻ പറ്റിയില്ലെങ്കിൽ കുറഞ്ഞപക്ഷം അവനവനായിട്ട് തളരാതെയെങ്കിലും ഇരിക്കാനും, അതുപോലെ തന്നെ സമൂഹത്തെ ആത്മാർത്ഥമായി വളർത്താനും നമ്മൾ ശ്രമിക്കണം. വിധേയത്വം വെടിഞ്ഞ് നീതിക്ക് വേണ്ടി ഓരോരുത്തരും നിലകൊണ്ടാൽ, അങ്ങനെ നിലകൊണ്ടാൽ തീരാവുന്ന പ്രശ്നമേ തൽക്കാലം നിലവിലെങ്കിലും നമുക്കുള്ളൂ എന്നുള്ളതാണ് പോകേണ്ട ഒരു കാഴ്ച. അനീതി അഭിമാനത്തോടുകൂടി സഹിക്കുന്ന ഈ ഏർപ്പാടങ്ങോട്ട് നിർത്തിയിട്ട്, അത് നമ്മൾക്ക് എത്ര ഇഷ്ടപ്പെട്ട ഒരാളായാലും അനീതി കാണിച്ചാൽ അത് അനീതിയാണ് എന്ന് പറയാനുള്ള ഒരു ധൈര്യം, ഒരു സത്യസന്ധത, ധൈര്യം മാറ്റിവെച്ചേക്കൂ, സത്യസന്ധത, അത്രയും സത്യസന്ധതയെങ്കിലും നമ്മളുടെ ഉള്ളിലുണ്ട് എങ്കിൽ ഈ നാട് നന്നാവും. നമ്മൾ ഓരോരുത്തരും അത് വെച്ച് പുലർത്തണം. സഹിക്കരുത്, ഒരനീതിയും സഹിക്കരുത്. എത്ര പ്രിയപ്പെട്ട ഒരാളാണ് അനീതി കാണിക്കുന്നതെങ്കിലും, അത് നമ്മളോട് കാണിക്കുന്ന അനീതി മാത്രമല്ല, നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ മറ്റൊരാളോട് അനീതി കാണിച്ചാലും അത് തെറ്റായിപ്പോയി, അത് അനീതിയായി എന്ന് പറയാനുള്ള ഒരു സത്യസന്ധത നമ്മൾ കാണിക്കാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും ഈ ലോകം നന്നാവും എന്നാണ് പോകേണ്ട ഒരു വിചാരം. അതുപോലെ ഈ സെലിബ്രിറ്റികളുടെ വരവും പിന്തുണയും ഒക്കെ കാത്തു കഴിയേണ്ടതായിട്ടുള്ള കാര്യം മുനമ്പത്തിനില്ല എന്ന് പറയുന്ന ഒരു തോന്നൽ കൂടി പോങ്ങൻ ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തിനാണ് മുനമ്പംകാർ സാമൂഹ്യ മൂല്യമുള്ളവന്റെ സാന്നിധ്യം ആ സമരപ്പന്തലിൽ ആഗ്രഹിക്കുകയോ തേടുകയോ നേടുകയോ ചെയ്യുന്നത്? അതിന്റെ ആവശ്യമില്ല. മുനമ്പത്തെ ഒരു സാധാരണക്കാരന്റെ സാമൂഹ്യ മൂല്യം കേരളത്തിലെ ഒരു സെലിബ്രിറ്റിക്കും ഇല്ല എന്നുള്ള ഒരു തോന്നലാണ്, അല്ലെങ്കിൽ ഒരു വിശ്വാസമാണ് പോങ്ങൻ വെച്ച് പുലർത്തുന്നത്. അതുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളെ നല്ലോണം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശബ്ദം നിരന്തരം ലോകത്തിലേക്ക് തുറന്നു വിടണം. നിങ്ങളുടെ ശബ്ദം നിങ്ങളിലൂടെ തന്നെ ഈ ലോകത്തിലേക്ക് വരണം. മലയാളികൾ കേട്ടില്ലെങ്കിലും മാലോകർ നിങ്ങളെ കേൾക്കും, അത് ഉറപ്പാണ്. ഈ സമൂഹത്തിന്റെ അഭിവൃദ്ധിക്കായി പെരുമാറേണ്ടത് പൊതുപ്രവർത്തകരോ സാമൂഹ്യ പ്രവർത്തകരോ നവോത്ഥാന നായകരോ ഒന്നും അല്ലാന്നേ. നമ്മൾ ഓരോരുത്തരും, ഇതെല്ലാം നമ്മളുടെ പണിയാണ്, നമ്മൾ ഓരോ മനുഷ്യന്റെയും പണിയാണ്. ഓരോ വ്യക്തികളും നിരന്തരം നമ്മുടെ സമൂഹത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കണം. സമൂഹം എന്ന് പറയുന്നത് നമ്മളുടെ സ്വന്തമാണ്, അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് സമൂഹം. അല്ലാതെ ഇത് വേറെ ആരുടെയൊക്കെയാണ് ഈ സമൂഹം എന്ന് പറയുന്ന കുന്ത്രാണ്ടം എന്ന് ആരും വിചാരിക്കരുത്. ഇടക്കാലത്ത് എനിക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു കുറ്റബോധം കൂടി വെച്ച് പുലർത്തിക്കൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. ഒരു പോങ്ങന്റെ നല്ല കാലത്തൊക്കെ പോങ്ങൻ ഈ സമൂഹത്തെ പ്രതി യാതൊന്നും ഒരു ചിന്ത പോലും വെച്ച് പുലർത്തിയിട്ടില്ല. സുഖിച്ചു. അതിന്റെ കുറ്റബോധം നന്നായിട്ടുണ്ട്. ഈ സമൂഹമാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും അടുത്ത ബന്ധു എന്ന് പറയുന്ന ഈ സമൂഹമാണ്. നിങ്ങൾ ഓരോരുത്തരുമാണ്. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. നിങ്ങൾ നന്നായിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ നന്മ, അതിൻ്റെ ഒരു അംശം എനിക്കുമുണ്ടാകും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ ഞാൻ നന്നായാൽ മതി, ഞാൻ നന്നായി ജീവിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു ചിന്ത ഒരിക്കലും എൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടില്ല. നിങ്ങളെല്ലാവരും നന്നാവുകയാണെങ്കിൽ, നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ കഴിയുകയാണെങ്കിൽ, നിങ്ങളെല്ലാവരും സമൃദ്ധിയിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അനന്തരഫലം, അതിൻ്റെ പാർശ്വഫലം എന്ന് പറയുന്നത് എനിക്കും അതിൻ്റെ ആ നന്മയുടെ, ആ സമൃദ്ധിയുടെ, ആ സന്തോഷത്തിൻ്റെ അംശം എനിക്കും കിട്ടും. ഈ സമൂഹം നന്നായി മുന്നോട്ട് പോകണമെന്ന് പറയുന്ന ആഗ്രഹം വെച്ച് പുലർത്തിക്കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കിടന്ന് കുരച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മുനമ്പത്തെ കുടുംബങ്ങളോട് നമ്മൾ മലയാളികൾ ചെയ്യുന്നത് കടുത്ത അനീതിയാണെന്ന വിശ്വാസം പോങ്ങൻ വെച്ച് പുലർത്തുന്നുണ്ടെന്ന് വളരെ ആത്മരോഷത്തോടെ അറിയിച്ചുകൊണ്ട് പോങ്ങൻ നാവടക്കുകയാണ്. മുനമ്പം നിവാസികളോട് വളരെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം. ഉറപ്പായും നിങ്ങൾക്ക് നീതി ലഭിക്കും, ഉറപ്പായും നീതി ലഭിക്കും. നമ്മൾ മലയാളികൾ കാര്യമായി കാണുകയും അനുഭവിക്കുകയും ചെയ്യാത്തതും എന്നാൽ ഈ പ്രകൃതിയിൽ അദൃശ്യ സാന്നിധ്യമായി വളരെ കരുത്തോടുകൂടി നിലകൊള്ളുകയും ചെയ്യുന്ന നന്മയും ന്യായവും ധർമ്മവും ഒന്നുചേർന്ന് മുനമ്പം നിവാസികൾക്കായി നീതി നൽകിയിരിക്കും. തീർച്ചയായിട്ടും നൽകിയിരിക്കും. ഈ പ്രപഞ്ചം നിങ്ങൾക്ക് നീതി വിധിച്ചിരിക്കും, ഉറപ്പായിട്ടും. അത് പോങ്ങന്റെ ഒരു പ്രതീക്ഷ മാത്രമല്ല, പോങ്ങന്റെ ആഗ്രഹം മാത്രമല്ല, പോങ്ങന്റെ വിശ്വാസം മാത്രമല്ല, അത് പോങ്ങന്റെ ഉറപ്പാണ്. അവസാന വിജയം നിങ്ങൾക്കുള്ളതാണ്. അതിൽ യാതൊരു സംശയവും പോങ്ങനില്ല.
സന്തോഷം. ഒരു യൂട്യൂബ് വരുമാനം കൊണ്ട് ജീവിക്കേണ്ട ആളൊന്നല്ല ഞാനൊരു അത്യാവശ്യം മോശമില്ലാത്ത മുതലാളി തന്നെ. ടാറ്റ.